അന്ധനായി ജനിച്ചു, തെരുവിൽ ഭിക്ഷയാചിച്ച് അലഞ്ഞു, ഗർജിക്കുന്ന സിംഹമെന്ന സുവിശേഷ പ്രഘോഷണ രംഗത്ത് ഖ്യാതി നേടിയ ഏവരുടെയും പ്രിയപ്പെട്ട ജോണപ്പൻ എന്ന പി.എസ്. ജോണിന്റെ വേർപാടിന്റെ വാർത്ത കേരളസഭ ദുഃഖത്തോടെയാണ് ഉൾക്കൊണ്ടത്. ആകാശത്തിലെ പറവകളെ തീറ്റിപ്പോറ്റുന്ന ദൈവത്തിന്റെ കരുണയുടെ കരങ്ങൾ നീട്ടി ഫാദർ ജോർജ് കുറ്റിക്കൽ തെരുവിൽ നിന്ന് കൂടെ കൂട്ടിച്ചേർത്ത് പിടിച്ച് ദിവ്യകാരുണ്യ ഭക്തനാക്കിയ ജോണപ്പന്റെ ഓർമ്മകൾ കേരള ക്രൈസ്തവർക്ക് എക്കാലവും പ്രചോദനവും പ്രിയപ്പെട്ടതുമാണ്. ഫാദർ ജോർജ് കുറ്റിക്കലിലൂടെയുള്ള സ്വർഗീയ പദ്ധതിയുടെ ഫലമായി ഈശോയുമായി ഒരു ഹൃദയബന്ധത്തിലേക്ക് കടന്നുവരികയും ഈ ബന്ധത്തിന്റെ ഊഷ്മളതയും ആനന്ദവും അനേകരിലേക്ക് പകരുവാൻ അശ്രാന്തം പരിശ്രമിച്ച് സുവിശേഷവേലയിൽ തീക്ഷ്ണമതിയായി രൂപാന്തരപ്പെടുകയും ചെയ്ത ഉത്തമ ക്രൈസ്തവ സാക്ഷ്യമായിരുന്നു ജോണപ്പന്റെ ജീവിതം. അടഞ്ഞ കണ്ണുകൾ ജോണപ്പന്റെ പുറം ലോകത്തെ ഇരുട്ടിലാക്കിയിരുന്നെങ്കിലും ആ ജീവിതത്തിലൂടെ സത്യസുവിശേഷത്തിന്റെ വെളിച്ചം കണ്ടത് അനേകായിരം ആത്മാക്കളാണ്. കുറ്റിക്കലച്ചനൊപ്പമുള്ള പ്രേക്ഷിതവേലയിൽ അഖിലേന്ത്യാ പ്രസിഡന്റായി സ്തുത്യർഹ സേവനമനുഷ്ഠിക്കുകയും ദിവ്യകാരുണ്യനാഥനിൽ ലയിച്ച് ജീവിതം സുവിശേഷമാക്കുകയും ചെയ്ത ശ്രേഷ്ഠ വ്യക്തിത്വമായിരുന്നു ജോണപ്പൻ. തന്റെ അകക്കണ്ണുകൾ കൊണ്ട് സ്വർഗത്തെ കണ്ട് പൂർണ്ണ സംതൃപ്തിയോടെയും ആത്മനിറവോടെയും ദൈവസ്തുതികൾ ആലപിക്കുകയും സുവിശേഷം സധൈര്യം പ്രഘോഷിക്കുകയും ചെയ്ത ജോണപ്പൻ കുറ്റിക്കലച്ചന്റെ മരണശേഷം ആകാശപ്പറവകളുടെ ശുശ്രൂഷകൾക്ക് തന്റെ അന്ധതയെ മറികടന്ന് ദൈവപരിപാലനയിൽ പൂർണ്ണമായി ആശ്രയിച്ച് നേതൃത്വം നൽകി. ബ്രദർ സന്തോഷിന്റെ നേതൃത്വത്തിൽ പാലാ മരിയ സദനത്തിലായിരുന്നു ജോണപ്പന്റെ അവസാന നാളുകളിൽ അദ്ദേഹത്തെ പരിചരിച്ചിരുന്നത്. അദ്ദേഹത്തിന്റെ വേർപാടിൽ ആദരാഞ്ജലികൾ അർപ്പിക്കാൻ വിവിധ കരിസ്മാറ്റിക് സംഘടനകളിലുള്ളവരും ആകാശപ്പറവകളുടെ കൂട്ടായ്മയിലുള്ളവരും മരിയ സദനത്തിലെ പ്രതിനിധികളും വിവിധ സാമൂഹ്യ രാഷ്ട്രീയ മേഖലകളിലുള്ളവരും മൃതസംസ്കാര ശുശ്രൂഷകളിൽ സന്നിഹിതരായിരുന്നു. ജോണപ്പൻ എന്ന അടഞ്ഞ കണ്ണും തുറന്ന മനസ്സുമുള്ള സുവിശേഷത്തിന്റെ ഗർജിക്കുന്ന സിംഹത്തെപ്പറ്റി പെനുവേൽ ധ്യാനകേന്ദ്ര ഡയറക്ടർ ഫാദർ സെബാസ്റ്റ്യൻ പെരുന്നിലം ഷെക്കേന ന്യൂസിനോട് പങ്കുവച്ചു. കണ്ണുകൾ കാണാനാവില്ലെങ്കിലും ഉൾക്കാഴ്ച കൊണ്ട് പാവങ്ങളെ നോക്കിക്കാണാനും പരിഗണിക്കാനും പരിചരിക്കാനും മതിയായ വിധം വലുതായിരുന്നു. ഉള്ളിൽ ഒരിത്തിരി കാരുണ്യത്തിൻ്റെ തീ അദ്ദേഹത്തിനുണ്ടായിരുന്നു. അങ്ങനെ തീയുള്ള ആ മനുഷ്യൻ തൻ്റെ അടുക്ക വരുന്നവരെ മുഴുവനും കാരുണ്യത്തിൻ്റെ പ്രവാഹമാകുവാൻ പ്രേരിപ്പിച്ചു. നാം ഓരോരുത്തരുടെയും ഉള്ളിൽ കാരുണ്യത്തിൻ്റെ ഒരു മുഖമുണ്ട്. പക്ഷേ ഉൾക്കാഴ്ച ഉള്ള നമുക്ക് പോലും ചെയ്യാനാവാത്ത വിധം കാരുണ്യത്തിൻ്റെ തീവ്രതയേറിയ ഒരു പ്രവർത്തന മേഖലയാക്കി തൻ്റെ ജീവിതത്തെ മാറ്റിക്കൊണ്ട് എല്ലാ സ്ഥാപനങ്ങളിലും ഒരു നല്ല സ്ഥാനം തന്നെ പിടിച്ചെടുക്കുകയുണ്ടായി ഈ ജോണപ്പൻ. ഞങ്ങളുടെ എല്ലാവരുടെയും അപ്പൻ എന്ന സ്ഥാനത്ത് നിന്നുകൊണ്ട് വളരെയധികം സ്നേഹത്തോടുകൂടെ സ്നേഹത്തിൻ്റെ ഒറ്റ ചരടിൽ എല്ലാവരെയും ചേർത്ത് പിടിച്ചുകൊണ്ട് മുൻപോട്ട് പോയ ആ പ്രക്രിയയിൽ ബഹുമാനപ്പെട്ട ജോർജ് കുറ്റിക്കലച്ചൻ്റെ മനസ്സൊപ്പിയെടുത്തുകൊണ്ട് നടന്ന മനുഷ്യനാണ് ഇദ്ദേഹം. എപ്പോഴും സന്തത സഹചാരിയായി ഈ കുറ്റിക്കലച്ചനോടൊപ്പം ഉണ്ടായിരുന്നു. ഒന്നിനും ഒരു കുറവ് വരാതെ അച്ഛൻ്റെ കൂടെ നിന്നുകൊണ്ട് ആ പ്രിയപ്പെട്ട ആകാശപ്പറവകളെ നോക്കുവാൻ പരിചരിക്കുവാൻ ആളുകളെ പ്രേരിപ്പിക്കുക, ഉത്സാഹിപ്പിക്കുക, നന്നായി പ്രവർത്തിക്കുന്നവർക്ക് പ്രോത്സാഹനം കൊടുക്കുക, വീണ്ടും പുതിയ മേഖല കണ്ടെത്തുക, അങ്ങനെയുള്ള ഒരു വലിയ ശുശ്രൂഷയുടെ ആഴമേറിയ ദർശനം ഉൾക്കൊണ്ട മനുഷ്യനാണ് ജോണപ്പൻ. കാഴ്ചയിൽ അന്ധനായിരുന്നെങ്കിലും ഉൾക്കാഴ്ചയിൽ ഉഗ്രദൃഷ്ടിയുണ്ടായിരുന്ന ജോണപ്പൻ എന്ന കർത്താവിന്റെ പ്രിയദാസൻ നിത്യതയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ബുദ്ധിയിലും മനസ്സിലും അന്ധത ബാധിച്ചിരിക്കുന്ന അനേകരുടെ കണ്ണുകൾ തുറക്കാൻ ജോണപ്പന്റെ സുവിശേഷ വീര്യം എക്കാലവും മാതൃകയും പ്രചോദനവുമാകുമെന്നതിൽ തർക്കമില്ല. ചർച്ച് ഡെസ്ക്, ഷെക്കേന ന്യൂസ്.